ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. ഓൾറെഡി കുറേ ക്രിയേറ്റേഴ്സ് പല ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോസ് ഒക്കെ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ പിക്ചേഴ്സൊക്കെ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രേസ് ചെയ്ത് ഔട്ട്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നോർമൽ പെയിൻറ്റിംഗ് പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പെയിൻറ്റിംഗ് പാലറ്റിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 100 റുപ്പീസിന് താഴെ വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ പിഗ്മെൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറിലെ 3D പെൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്യൂട്ട് ആൻഡ് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വൈറ്റ് എഡ്ജ് പോർഷൻസ് അവിടെ നിർത്തിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊരു സ്റ്റിക്കർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു നെയിം സ്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റിക്കർ ആക്കാൻ നോക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഇരിക്കുന്ന സെല്ലോ ടേപ്പിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് എനിക്കിത് ഒറ്റ ഒരു സ്ട്രെച്ചിൽ സ്റ്റിക്കേഴ്സ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സെല്ലോ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടർ പേപ്പേഴ്സ് ആണ്. ബട്ടർ പേപ്പേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ പേപ്പറിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താലും മതി. എങ്ങനെയാണെങ്കിലും സ്റ്റിക്കേഴ്സ് പീൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിരിക്കും. പിന്നെ കവർ പേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. ഈ കവർ പേജിന്റെ ഡിസൈൻ ഞാൻ ക്യാൻവ വഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ChatGPT അടുത്തൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ പിൻട്രസ്റ്റ് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കുറച്ചും കൂടി നല്ല നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തായാലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ പോലും ഈ സംഭവം ക്യാൻവയിലാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ പല റെഫറൻസും ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ഫ്രെയിം ആണെങ്കിലും സ്റ്റിക്കേഴ്സ് ആണെങ്കിലും എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റിന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. കാരണം എനിക്ക് എപ്പോഴാണ് ഐഡിയാസ് ഒന്നും കിട്ടാതിരിക്കുന്നത്, ഞാൻ എപ്പോൾ പിൻട്രസ്റ്റ് എടുത്ത് നോക്കിയാലും എനിക്കൊരു 10-12 ഐഡിയ കിട്ടും. അതായത് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത 2 ദിവസം ചെയ്യാനുള്ള ഐഡിയാസ് കൂടി പിൻട്രസ്റ്റ് പറഞ്ഞു തരും. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഐഡിയാസ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അത് ആ പിൻട്രസ്റ്റ് തുറക്കുന്നു, ഐഡിയാസ് കിട്ടുന്നു, വീഡിയോസ് ചെയ്യുന്നു. ഇത് തന്നെയായിരിക്കും ഒരു എന്താ പറയുക, ഒരു ലൈഫ് സൈക്കിൾ പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇനി തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതായത് വീക്ക്ലി വൺസ് എങ്കിലും ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യും എന്നുള്ളത്. എന്തുകൊണ്ടോ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അതിൻ്റെ കാര്യം. എനിക്ക് ഇതുവരെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ അതായത് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ഐ ആം കീപ് ട്രൈയിങ്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എത്രത്തോളം അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പോസിബിൾ ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ആം ഗോയിങ് ടു മൈ ന്യൂ കോളേജ് ആൻഡ് അത് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇനി വീഡിയോസൊക്കെ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. സോ പറ്റുന്ന പോലെ എന്തായാലും ഞാൻ അവൈലബിൾ ആയിട്ട് തന്നെ നിൽക്കാൻ നോക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ബൈ.